രാത്രി ദേവന്റെ അവസ്ഥ ആലോചിച്ച് ഉറക്കം വരാതെ ആദി അതിരാവിലെ തന്നെ ദേവനെ കാണാൻ വന്നിരുന്നു. പെട്ടെന്ന് അവളെ റൂമിൽ കണ്ട് അവന് ഞെട്ടിപ്പോയി. അവന്റെ രൂപം കണ്ട് സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞ ആദിയെ ദേവ ചേർത്ത് പിടിച്ചു. ആ രംഗം കണ്ടുകൊണ്ടാണ് രുക്കു കയറി വന്നത്. പെട്ടെന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് വാതുക്കലേക്ക് നോക്കുമ്പോഴാണ് താഴെ ബോധമില്ലാതെ കിടക്കുന്ന രുക്കുവിനെയാണ് കണ്ടത്. ദേവ വേഗം പോയി അവളെ വാരിയെടുത്തു. രുക്കു, രുക്കു, കണ്ണു തുറക്കൂ. ദേവൻ അവളുടെ കവിളിൽ തട്ടി ടെൻഷനോടെ വിളിച്ചു. എത്ര വിളിച്ചിട്ടും രുക്കു കണ്ണു തുറക്കാതെ വന്നപ്പോൾ ആദി കുറച്ചു വെള്ളമെടുത്ത് മുഖത്ത് കുടഞ്ഞു. രുക്കു പതിയെ കണ്ണ് ചിമ്മി തുറന്നു. ദേവയ്ക്ക് ശ്വാസം നേരെ വീണു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഹോസ്പിറ്റലിൽ പോണോ? ദേവ ചോദിച്ചു. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, രുക്കു അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ടു പറഞ്ഞു. ആദി അവളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ ദേവയും. ഞാൻ ഇറങ്ങുവാ, ആദി ദേവയെ നോക്കി പറഞ്ഞു. ദേവ ഒന്നമർത്തി മൂളി. അവൾ പോകും മുന്നേ ദേവയെ ഒന്നൂടെ നോക്കി ആ നോട്ടത്തിൽ എന്തോ ഒന്ന് പറയാതെ പറഞ്ഞു. അത് അറിഞ്ഞതുപോലെ അവന്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. ആദി പോയി കഴിഞ്ഞ് ദേവ മുറിയിലേക്ക് കയറി. രുക്കു എന്തോ ആലോചിച്ച് ബെഡിലിരിപ്പുണ്ട്. അല്ല, എന്താ നിന്റെ അടുത്ത ഉദ്ദേശം? എന്തിനാ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നത്? എന്നെ തല്ലിക്കാൻ വല്ല പ്ലാനും പദ്ധതിയും കൊണ്ടാണോ? അവൻ ഡോർ അടച്ചുകൊണ്ട് ചോദിച്ചു. രുക്കു എണീറ്റ് അവന്റെ അടുത്തേക്ക് പോയി. അവന്റെ കാലിൽ മുറുകെ പിടിച്ചു കരയാൻ തുടങ്ങി. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ദേവേട്ട. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല ദേവേട്ട. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. പക്ഷേ എന്നെ ഇഷ്ടമല്ലെന്ന് മാത്രം പറയരുത്. എനിക്ക് സഹിക്കില്ല. ഇപ്പൊ തന്നെ അവളെ നിങ്ങൾ ഒന്ന് ചേർത്ത് പിടിച്ചപ്പോൾ പോലും എനിക്ക് സഹിക്കാനാകുന്നില്ല. അപ്പോ പിന്നെ നിങ്ങൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞാ എനിക്ക് സഹിക്കാനാകുമോ ദേവേട്ട? എന്നെ ഉപേക്ഷിക്കില്ലേ ദേവേട്ട? ദേവയുടെ മനസ്സിൽ പിടിവലി നടന്നു. താൻ അണിഞ്ഞ താലിയുമായി തന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്നു തന്റെ സ്നേഹത്തിനായി കാലു പിടിക്കുന്നവൾ. മറു സൈഡിൽ ജന്മം തന്നു തന്നെ താനാക്കിയ അമ്മയെ കൊന്നവളോട് പൊറുക്കാനാകാതെ വീർപ്പുമുട്ടുന്ന മനസ്സ്. ഇതിനെല്ലാം മുകളിൽ മനസ്സുകൊണ്ട് ജീവന് തുല്യം സ്നേഹിച്ചവളുടെ ഇപ്പോഴത്തെ അവസ്ഥ ദേവയ്ക്ക് ആലോചിക്കുമ്പോൾ തല വെട്ടി പൊളിക്കും പോലെ തോന്നി. രുക്കു അപ്പോഴും അവന്റെ കാൽച്ചുവട്ടിലുണ്ട്. ദേവ അവളെ പിടിച്ചെണീപ്പിച്ചു. എനിക്ക് നിന്നോട് ഈ ജന്മം ക്ഷമിക്കാനാകില്ല. എന്റെ മരണം കൊണ്ട് പോലും നിന്നെ ഭാര്യയായി അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നിനക്ക് തീരുമാനിക്കാം. ഇവിടെ നീ താമസിച്ചാലോ എന്റെ ഒപ്പം ഇവിടെ കഴിഞ്ഞാലോ എന്തു തന്നെ ആയാലും ശരി, ഒരിക്കലും ഒരു ഭാര്യയായി നിന്നെ ഇനി എനിക്ക് കാണാൻ കഴിയില്ല. അഥവാ ഞാൻ നിന്നെ ഭാര്യയായി കണ്ടാൽ അത് ഞാൻ എന്റെ അമ്മയുടെ ആത്മാവിനോട് കാണിക്കുന്ന നീതികേടാണ്. ഇത്രയും നാളും പോറ്റി വളർത്തിയ അമ്മയെ കൊന്ന് നിന്നെ ഈ വീട്ടിൽ കയറ്റുന്നത് തന്നെ തെറ്റാണ്. പക്ഷേ എന്റേതാണെന്ന് നീ പറയുന്ന കുഞ്ഞ്, അത് നിന്റെ ഒപ്പം ഉള്ളിടത്തോളം കാലം നിന്നെ ഞാനായി പടിയിറക്കി വിടില്ല. അത്രയും പറഞ്ഞ് ദേവ പുറത്തേക്ക് പോയി. രുക്കു അവന്റെ വാക്കുകൾ തീർത്ത സ്ഫോടനത്തിലായിരുന്നു അപ്പോഴും. അവളുടെ കണ്ണുകൾ ചുവന്ന് മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ഇല്ല ആതിര, നിന്റെ ആഗ്രഹം നടക്കില്ല. ഞാനില്ലാത്ത തക്കം നോക്കി നീ എന്റെ ദേവേട്ടന്റെ ഉള്ളിൽ സ്ഥാനം പിടിക്കാൻ നോക്കുന്നേ. ഇനി നീ എന്റെ ദേവേട്ടനെ കാണാൻ പോലും ഒരവസരം ഒരുക്കില്ല ഈ രുക്കു. നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. രുക്കു സ്വയം പറഞ്ഞുകൊണ്ട് ക്രൂരമായ പുഞ്ചിരിയോടെ എണീറ്റ് പുറത്തേക്ക് പോയി. എന്നാൽ ആ നിമിഷം രുക്കു അറിഞ്ഞില്ല അവൾക്കുള്ള ദിവസങ്ങൾ അകത്തളത്തിൽ ഒരുങ്ങിയ കാര്യം. എന്റെ കുഞ്ഞേ, വന്നപ്പോൾ നിനക്കെല്ലാം ഒരുമിച്ചാണല്ലോടാ. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. വയറ്റിൽ അമർത്തി പിടിച്ചിരുന്ന് കണ്ണു നിറയ്ക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ കണ്ട് ലല്ലുവിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. വേണ്ട വേണ്ട, ഇത് മാറും കുറച്ചു കഴിഞ്ഞു. എനിക്കൊന്ന് കിടന്നാ മതി, കല്ലു പറഞ്ഞു. കല്ലു രാവിലെ എണീറ്റപ്പോൾ അവളെ തേടി മാസത്തിലെത്തുന്ന അദ്വിയും വന്നു. കല്ലുവിന് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വേദന ഉണ്ടാകാറില്ല. പക്ഷേ ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ വയറുവേദനയും നടുവേദനയും ഛർദിയും ഒക്കെ കാണും. പക്ഷേ കല്ലുവിനിപ്പോൾ ദേഹം മുഴുവൻ വേദനയാണ്. വീണതിന്റെയും ദേഹം ഇളകിയതിന്റെയും ഒക്കെ വേദനയാണ് പാവത്തിനുണ്ട്. ലല്ലു എന്തോ പറയാൻ തുടങ്ങിയതും ഗായു അകത്തേക്ക് വന്നു. കല്ലൂസേ, ഇത് കുടിക്ക്, എന്നിട്ടൊന്ന് കിടന്നോ. എണീക്കുമ്പോൾ എല്ലാം മാറും. ഗായു ഒരു ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി പറഞ്ഞു. വേണ്ട, ഇത് മറ്റേ കൈപ്പുള്ള കഷായമല്ലേ? കല്ലു പറഞ്ഞു. ഏട്ടാ, ഇത് കുടിക്കാൻ പറയും. ഇത് കുടിച്ചാൽ വേദന മാറും. വീട്ടിൽ വല്യമ്മ ഇവൾക്ക് ഇത് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവൾ ആ ഗ്ലാസ് ലല്ലുവിനെ ഏൽപ്പിച്ചു പറഞ്ഞു. കല്ലു, ഇത് കുടിക്ക്, വേദന മാറട്ടെ. ലല്ലു കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു. വേണ്ട, ഇത് ഭയങ്കര കയ്പാ. കല്ലു ഇപ്പോൾ കരയുമെന്നായി. ലല്ലുവിനറിയാം അല്പം അയവ് കൊടുത്താൽ അവൾ അത് കുടിക്കില്ലെന്ന്. കുടിക്കടി, നീ എന്താ ഇള്ള കുഞ്ഞൊന്നും അല്ലല്ലോ. അവന്റെ അലർച്ചയിൽ ഗായു പോലും പേടിച്ചുപോയി. കണ്ണ് നിറച്ച് അത് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു. അപ്പോഴേക്കും ഗായു ഒരൽപ്പം ശർക്കര അവളുടെ നാവിലേക്ക് തൊട്ടുകൊടുത്തു. പിന്നെ ലല്ലുവിനെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു കിടന്നു. അത് കണ്ട് ഗായുവിനും ലല്ലുവിനും ചിരി വന്നു. ഇനി പിണക്കമായിരിക്കും ഏട്ടനോട്, ഗായു പറഞ്ഞു. അത് ഞാൻ മാറ്റിക്കോളാം. എനിക്കിന്ന് ഒരുപാട് ജോലിയുള്ള ദിവസമാണ്.
അതുകൊണ്ട് ഇവളെ നീ വേണം ശ്രദ്ധിക്കാൻ. ആഹാരം കഴിച്ചില്ലെങ്കിലോ വാശി കാണിച്ചാലോ എന്നെ വിളിച്ചാൽ മതി. ലല്ലു പിന്നെ വേഗം റെഡിയായി താഴേക്ക് പോയി. ലല്ലു നേരെ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു. പോകും വഴി വീണ്ടും അവനെ തേടി ആ കോളെത്തി. ഹലോ, ആ ACP സാർ, രാവിലെ ഹോസ്പിറ്റലിലേക്കായിരിക്കും അല്ലേ? ഡോക്ടർ വൈഷ്ണവിയെ കാണണം, റിപ്പോർട്ട് വാങ്ങണം. ആ റിപ്പോർട്ടിൽ ഉണ്ടാകാൻ വഴിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അവനെ അത്രയും നരയിപ്പിച്ചു, വേദന അറിയിച്ചു എന്നൊക്കെയാണ്. അവൻ പറഞ്ഞു പൊട്ടിച്ചിരിച്ചു. ലല്ലുവിന്റെ കൈകൾ ദേഷ്യം കൊണ്ട് ചുരുട്ടിപ്പിടിച്ചു. ആരാടാ നീ? എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നിനക്കെന്താ വേണ്ടത്? ലല്ലുവിന്റെ അലർച്ച കേട്ട് ഡ്രൈവർ ഒന്ന് ഞെട്ടി. ആ, ഇത് ന്യായം. എനിക്ക് വേണ്ടത് നിന്റെ ഉറ്റമിത്രം കാശിനാഥൻ, അവന്റെ ഭാര്യ ശ്രീഭദ്ര. അവരെ എനിക്ക് വേണം. അവരെ കൊണ്ട് വരേണ്ട സമയം സ്ഥലമൊക്കെ ഞാൻ ഉടനെ അറിയിക്കും. അപ്പോ ബൈ. ലല്ലു ഞെട്ടലോടെ ആ കൊലയാളിയെ തിരിച്ചറിഞ്ഞ നിമിഷം. ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി. ലല്ലു ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ താവളം തേടിയുള്ള യാത്രയിലായിരുന്നു. ശ്രാവണിന്റെ കേസ് CBIക്ക് കൈമാറി. അതിൽ ലല്ലുവിന് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവനത് ചെവിക്കൊണ്ടില്ല. ലല്ലു ഇതിനിടെ ശ്രാവണിന്റെ വീട്ടിൽ പോയി ഭാര്യയെയും കുഞ്ഞിനെയും അമ്മയെയും ഒക്കെ കണ്ടു. ലല്ലു പ്രണയം ഇണക്കവും പിണക്കവുമായി മുന്നേറുന്നു. ഇതിനിടയിൽ ആദിയും ദേവും വീണ്ടും അവരുടെ ബന്ധം രുക്കുവിന് മുന്നിലൂടെ കൊണ്ടുപോകുന്നു. അവൻ രുക്കുവിനോട് പറഞ്ഞു കഴിഞ്ഞു, ഡെലിവറി കഴിയുന്നത് വരെ അവനൊപ്പം നിൽക്കാം. അത് കഴിഞ്ഞ് നിയമപരമായി തന്നെ അവളെ അവൻ മോചിപ്പിക്കുമെന്ന്. അതിലവൾക്ക് പരാതിയില്ല. രുക്കു, അവൾക്കിത് 4ാം മാസമാണ്. അവളുടെ സ്വഭാവത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ മാറ്റമുണ്ട്. അവൾ വീടിന് പുറത്തു പോകാറില്ല. ഫോൺ അധികം ഉപയോഗിക്കാറില്ല. ദേവിന് പിന്നാലെ പോകാറില്ല. എല്ലാത്തിൽ നിന്നും ഒരു ഒഴിഞ്ഞു നിൽക്കാർ. ആദിയും ദേവും വിളിക്കുന്നതും കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ അവൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതിനൊന്നും രുക്കു പ്രതികരിക്കുന്നില്ല എന്നത് അവരിൽ ചെറിയ സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. ഗായു തിരിച്ചു കോവിലകത്തേക്കെത്തി. അവൾക്ക് പീറ്ററിനോട് ഒരു ചെറിയ ഇഷ്ടമുണ്ട്. അവളത് പീറ്ററിനോട് തുറന്നു പറഞ്ഞു. അതോടെ പീറ്റർ ഗായുവിന്റെ മുന്നിൽ തന്നെ വരാതെയായി. അവന്റെ അവസ്ഥ അറിഞ്ഞ് അവനോട് സഹതാപത്തിൽ ചാലിച്ച പ്രണയമാണ് ഗായുവിനുള്ളത് എന്നാണ് അവന്റെ വാദം. അവനു വേണ്ടി കാത്തിരിക്കാൻ അവൾ തയ്യാറാണ് എന്ന് കരുതി ഒരിക്കലും രുക്കുവിനെ പോലെ ആത്മഹത്യ ചെയ്യാനോ അവന് പിറകെ നടന്ന് ശല്യം ചെയ്യാനോ അവൾക്ക് താല്പര്യമില്ല. പകരം അവളുടെ ജാതകത്തിൽ ദോഷം തീരാൻ ഇനിയും സമയമുണ്ട്. അതുവരെ കാത്തിരിക്കുമെന്ന് പറഞ്ഞാണ് ഗായു തിരിച്ചു കോവിലകത്തേക്കെത്തിയത്. എന്നാൽ വീട്ടിൽ അവൾക്ക് വേണ്ടി രുദ്രനെ മഹി ആലോചിക്കാൻ തീരുമാനിച്ചത് അവൾ അറിഞ്ഞില്ല. രാവിലെ ദേവ പുറത്തേക്ക് പോയി. രുക്കു മുറിയിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിപ്പാണ്. അവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞു ചെറിയമ്മ അവളെ തേടി മുറിയിലേക്ക് വന്നു. രുക്കു, അവൾ എന്തോ ആലോചിച്ചിരിപ്പാണ്. അവർ വന്നതുപോലും അറിയാതെ. പെട്ടെന്ന് അവരുടെ വിളി കേട്ട് എണീറ്റ് അവരുടെ അടുത്തേക്ക് ചിരിയോടെ വന്നു. എന്താ ചെറിയമ്മേ? എന്താ നിന്റെ ഉദ്ദേശം? രുക്കു മനസ്സിലാകാതെ അവരെ നോക്കി. എന്താ നിന്റെ ഉദ്ദേശം എന്നാ ചോദിച്ചത്? ഈ കുഞ്ഞിനെ വയറ്റിലിട്ടു ഇങ്ങനെ അവനോട് ദേഷ്യം കാണിച്ചിരുന്നാൽ നിന്റെ വാശിയും ദേഷ്യവും ഒക്കെ തീരുവോ? ചെറിയമ്മ കുറച്ചു ദേഷ്യത്തിലായിരുന്നു. രുക്കു അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ ആരോട് വാശി കാണിക്കാൻ, ആരോട് ദേഷ്യം കാണിക്കാൻ? അല്ലെങ്കിൽ തന്നെ അതൊക്കെ കാണിച്ച് ഞാൻ എന്ത് നേടാൻ? എനിക്ക് നേട്ടങ്ങളൊന്നുമില്ല ചെറിയമ്മേ, എല്ലാം നഷ്ടമാണ്. ഒരിക്കലും ആഗ്രഹിക്കാൻ പോലും അർഹതയില്ലാത്ത ഒരാളെ വാശിയിൽ അടങ്ങാത്ത ആഗ്രഹത്തിൽ സ്വന്തമാക്കി. പക്ഷെ അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി, അവൾ സങ്കടത്തിൽ പറഞ്ഞു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതിന്റെ പിന്നാലെ പോകാതെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്ക്. നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്ക്. അതിനിപ്പോ വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം. ഇനി എന്താന്ന് വെച്ചാൽ ആയിക്കോ. വെറുതെ ഇവിടെ അടഞ്ഞിരിക്കാതെ നന്നായി ആലോചിച്ച് തീരുമാനിക്ക്. ചെറിയമ്മ അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയി. രുക്കു അവർ പോകുന്നത് നോക്കി സങ്കടത്തോടെ നിന്നു. അവർ പോയി കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം അവളുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. അവൾ അതേ ചിരിയോടെ മുറിയിലേക്ക് കയറി ഫോണെടുത്ത് ആരെയോ വിളിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. തരുണി. കോൾ കണക്ട് ആയപ്പോൾ തന്നെ അവന്റെ ശബ്ദം അവളുടെ കാതുകളിൽ എത്തിയിരുന്നു. അവൾ ഒന്നമർത്തി മോളി. എന്താ തരുണി ഒരു ഗൗരവം? എന്നോട് ദേഷ്യത്തിലാണോ? അയാൾ പുഞ്ചിരിയോടെ ചോദിച്ചു. ഞാൻ എന്തിനാ നിങ്ങളോട് ദേഷ്യം കാണിക്കണം? അവൾ തിരിച്ചു ചോദിച്ചു. എന്തോ അന്ന് താൻ വിളിച്ചു ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ട് പോയി. പിന്നെ വിളിച്ചത് ഇന്നാണല്ലോ. ഇപ്പോഴും സ്വരത്തിൽ ഗൗരവം. അപ്പോ എന്റെ സംശയം ന്യായമല്ലേടോ? അവൻ ചിരിയോടെ ചോദിക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആയിരിക്കാം. എനിക്ക് വേണ്ടി ഒരു സഹായം കൂടെ ചെയ്യണം, രുക്കു പറഞ്ഞു. എന്താ വേണ്ടത്? നിനക്ക് വേണ്ടി എന്തും ചെയ്യും ഞാൻ. രുക്കുവിന്റെ പിരികം ചുളിഞ്ഞു അവന്റെ ആ വാചകം കേട്ട്. എനിക്ക് വേണ്ടിയെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത്? ശരിക്കും നിങ്ങൾ ആരാ? എന്തിനാ എന്നെ ഇങ്ങനെ സഹായിക്കുന്നത്? അവൾ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. അവന്റെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞ ഒരു പുഞ്ചിരി വിരിഞ്ഞു. നിന്നെ സഹായിക്കുന്നത് അല്ലടി പുല്ലേ, നിന്നെ കൊല്ലാതെ കൊല്ലാനുള്ള കുരുക്കുണ്ടാക്കുവാടി, അവൻ മനസ്സിൽ പറഞ്ഞു. ഇപ്പൊ അതല്ലല്ലോ പ്രധാനം. നിനക്കെന്താ സഹായം വേണ്ടത്?
അവൻ അവളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഒഴിഞ്ഞുമാറി. എനിക്ക് വേണ്ടി ഒരാളിനെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കണം. ഒരു ദാക്ഷിണ്യവും ഉണ്ടാവരുത്. എന്റെ ലക്ഷ്യം ദേവേട്ടനാണ്. അതിന് തടസ്സമായി ആര് വന്നാലും അതെന്റെ സ്വന്തം അച്ഛനായാൽ പോലും ആ തടസ്സത്തെ എന്നേക്കുമായി നീക്കണം. അത് പറയുമ്പോൾ രുക്കുവിൽ വല്ലാത്ത ഒരു പക തെളിഞ്ഞു നിന്നു. അവനും ഒരു നിമിഷം തറഞ്ഞുപോയി അവളുടെ ഈ വർത്തമാനം കേട്ട്. നിനക്കാരെയാ കൊല്ലേണ്ടത്? അയാൾ കുറച്ചു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ചോദിച്ചു. എനിക്ക് കൊല്ലേണ്ടത് ആതിരയെയാണ്, എല്ലാവരുടെയും ആദിയെ, രുക്കു പകയോടെ പറഞ്ഞു. നിന്റെ ആവശ്യം ഞാൻ നടത്തിത്തരാം. പകരം നീ എനിക്കൊരു ഫേവർ ചെയ്യണം, അയാൾ പറഞ്ഞു. എന്താ? അവൾ തിരിച്ചും ഗൗരവത്തിൽ ചോദിച്ചു. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നീ പ്രസവിക്കണം. അവൻ അവന്റെ ആവശ്യം പറഞ്ഞു. രുക്കുവിന്റെ മുഖം മാറി. നടക്കില്ല. ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ദേവേട്ടന്റെ കുഞ്ഞിനെ ആകും. അല്ലാതെ എന്റെ വയറ്റിൽ കിടക്കുന്ന വല്ലവന്റെയും ചോരയെ പ്രസവിച്ചു വളർത്തി എന്റെ ദേവേട്ടനെ അച്ഛൻ എന്ന് വിളിപ്പിക്കില്ല ഞാൻ. അവൾ അലറുകയായിരുന്നു ആ നിമിഷം. തരുണി, നിനക്ക് വേണ്ടി ഇത്രയും ചെയ്യുമ്പോൾ ആ ഒരു ഫേവർ എനിക്ക് വേണ്ടി നീ ചെയ്യണം, അവൻ വീണ്ടും പറഞ്ഞു. ഇല്ല, ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകുന്നുണ്ടെങ്കിൽ അതെന്റെ ദേവേട്ടന്റെ കുഞ്ഞിനെയാകും. അല്ലാതെ എന്റെ വയറ്റിൽ ഇപ്പോൾ കിടക്കുന്ന ഈ ജന്തുവിനെ ഞാൻ പുറംലോകം കാണിക്കേയില്ല. ദേവേട്ടനെ അച്ഛൻ എന്ന് വിളിപ്പിക്കുകയുമില്ല, അവൾ വാശിയിൽ പറഞ്ഞു. നിനക്ക് ഇനിയും ആലോചിക്കാൻ സമയമുണ്ട് തരുണി. ആലോചിച്ച് നീ മറുപടി പറയൂ. അതിനുശേഷം ആതിരയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അവൻ കൂടുതൽ ഒന്നും സംസാരിക്കാതെ കോൾ കട്ടാക്കി. രുക്കു പുച്ഛം നിറഞ്ഞ ചിരിയോടെ തിരിഞ്ഞതും തന്റെ പുറകിൽ നിൽക്കുന്ന ആളെ കണ്ടു അവൾ ഞെട്ടി. ആ മുഖത്തുനിന്ന് തന്നെ വ്യക്തമാണ് താൻ പറഞ്ഞത് മുഴുവൻ കേട്ടിട്ടുണ്ടോ എന്ന്.